മലയാളികളുടെ പ്രിയ സംവിധായകൻ കമൽ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത ചിത്രമാണ് വിവേകാനന്ദൻ വൈറലാണ്. ഷൈൻ ടോം ചാക്കോ ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. കമലിന്റെ 48ാമത് സിനിമ കൂടിയാണ് വിവേകാനന്ദൻ വൈറലാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഫിൽമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ നിറം സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് കമൽ. നിറത്തിന്റെ തമിഴ് റീമേക്കിൽ പാട്ട് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു പോർഷനിൽ ശാലിനി ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു കമൽ. ശാലിനിയുടെ വിവാഹം കഴിഞ്ഞത് കാരണം ചിത്രത്തിലെ പാട്ടിന്റെ ഒരു പോർഷനിൽ ശാലിനി ഉണ്ടായിരുന്നില്ലെന്നും അന്ന് അജിത് തന്നെ നേരിട്ട് വിളിച്ച് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തിപരമായ കാരണത്താൽ കല്യാണത്തിനു ശേഷം ശാലിനിയെ അഭിനയിക്കാൻ വിടില്ലെന്നായിരുന്നു അജിത് തന്നോട് പറഞ്ഞിരുന്നതെന്ന് കമൽ തുറന്നു പറയുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പാട്ടിന്റെ ഒരു പോർഷനിൽ ശാലിനിയില്ല. അത് വേറെ ഒന്നും കൊണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ശാലിനിയുടെ വിവാഹം കഴിഞ്ഞു. അന്ന് അജിത് എന്നെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ട കാര്യമായിരുന്നു കല്യാണത്തിനു ശേഷം ശാലിനിയെ അഭിനയിക്കാൻ വിടില്ലെന്ന്. വ്യക്തിപരമായി അതിന് കാരണമുണ്ട്. ഒന്നും തോന്നരുതെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഷൂട്ട് തീർക്കണമെന്നും പറഞ്ഞു. ചിത്രത്തിലെ നായകൻ പ്രശാന്ത് ആയിരുന്നു. അജിത്തുമായി അയാൾക്ക് ഉള്ള ഈഗോ ക്ലാഷ് ആകാം. പ്രശാന്ത് മനഃപൂർവ്വം ഡേറ്റ് തരാതെ നിന്നു. ശാലിനിയുടെ കല്യാണത്തിനു ശേഷം അഭിനയിപ്പിക്കണം എന്ന വാശി അദ്ദേഹത്തിന് ഉണ്ടാകണം, കമൽ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.